ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് മസാല ചായയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും കുടിക്കുന്ന ചായയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് നമുക്കിന്ന് മസാല ചായ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല ചായ ഉണ്ടാക്കാനായിട്ട് ചായപാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതേ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചായയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള മസാലകളെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. 3 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ചതച്ചെടുക്കാം. നമ്മളിത് ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇഞ്ചി കുറച്ചധികം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ഇഞ്ചിയെല്ലാം നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി അതും ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഇഞ്ചിയൊക്കെ ചതച്ചതുപോലെ ചതച്ചെടുക്കേണ്ട. 1-2 പ്രാവശ്യം ഒന്ന് ഇടികല്ലുകൊണ്ടൊന്ന് ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം ചായയിലേക്ക് ചേർക്കാനുള്ള മസാലകളെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം, കറുകപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. മസാലകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിയും എല്ലാം കൂടെ മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കടുപ്പമുള്ള ചായപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടുപ്പം കുറഞ്ഞ ചായപ്പൊടി ആണെങ്കിൽ ഒരു 1.5 സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലുമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 2 ഗ്ലാസ് ചായയ്ക്ക് 1 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് പാല് ഇങ്ങനെയാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചായ. ഇനി അതൊന്ന് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ചായ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ചായ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് കപ്പിലേക്ക് അരിച്ചൊഴിക്കാം. അതിന് മുന്നേ നമുക്ക് ചായയ്ക്ക് ആവശ്യമുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് ചായയ്ക്ക് 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ കപ്പിലേക്ക് ചായയെല്ലാം അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അടിച്ചെടുക്കാം. 1-2 പ്രാവശ്യം നമുക്ക് കപ്പിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ്, നല്ല ഉന്മേഷവും കിട്ടും. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ ബൈ.